പുള്ളിക്കാരി ഒരു താത്വികമായിട്ടുള്ള ഒരു അഡ്വൈസ് ഞാൻ തന്നു. നമ്മുടെ ലൈഫ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്ന കോസ്റ്റ്യൂം പോലെയാണ്. നമ്മൾ ത്രേതായുഗത്തിൽ നിന്ന് മറ്റേ അടുത്ത കലിയുഗത്തേക്ക് പോകുമ്പോൾ ഉള്ള സംഗമ യുഗത്തിലാണ് നമ്മളെന്നൊക്കെ വേണം കുട്ടി പറഞ്ഞു. അതോടുകൂടി അത് പഠിച്ചത് മൊത്തം മറന്നുപോയി. ആ യുഗത്തിൽ നിന്ന് ആധുനിക യുഗത്തിലേക്കുള്ള യാത്ര. ഇതൊരു ഡി അഡിക്ഷൻ സെന്റർ പോലെയാണല്ലോ, ഇവിടെ കൊണ്ട് മാറ്റിയെടുക്കാം. കഴിഞ്ഞ ദിവസം ഷൂട്ടിംഗ് ഇടയിൽ പറ്റിയതാ. ഒരു വണ്ടി വന്ന് ഞാനിങ്ങനെ തടഞ്ഞു നിർത്തി. ആത്മാർത്ഥത കൂടി പോയിട്ട് സീരിയൽ കാണുന്നവർക്ക് മനസ്സിലാവും എന്നെ കൊല്ലാനായിട്ട് ഇതിനകത്ത് ഒരു കഥാപാത്രം നോക്കുന്നുണ്ട്. ആരാണവൾ? ഇപ്പൊ നമ്മൾ അഭിനയിക്കുമ്പോ ഇങ്ങനെയൊക്കെ വെച്ച് നമ്മൾ കാണിക്കാതിരിക്കാൻ പറയൂല, ഈ വലത്തൊക്കെ ആക്കി ഈ കൈ ഞാൻ എടുപ്പിക്കരുത്. ആരിവിടെ വന്നാലും എല്ലാ സ്ഥലത്തും പോകുന്ന പോലെ 2 ദിവസം ബലം പിടിക്കും. ജോൺ ചേട്ടന്റെ റൂമിന്റെ വാതില് കടന്നാൽ ചുരുളിയാണ് പിന്നെ. മഞ്ജു കുട്ടിക്കാലത്തൊരു ടൈം പീസോ ക്ലോക്കോ വാച്ചോ വിഴുങ്ങിയിട്ടുണ്ട്. അതെന്താ? സത്യമാണ് വിഴുങ്ങിയിട്ടുണ്ടോ? സ്റ്റാർട്ടിംഗ് ഒന്നും സപ്പോർട്ടൊന്നുമില്ല. ഡാൻസൊക്കെ ചെയ്യുന്ന സമയമൊക്കെ ഇന്ന് വീട്ടിൽ പൂട്ടിയിട്ടിട്ട് ഞാൻ സൺഷൈൻ വഴി ചാടി ഓടി ഞാൻ പോയി ഡാൻസ് കളിക്കാൻ പോയവനാണ്. ഗിരിയുടെ ക്യാരക്ടറിന്റെ തുടക്കം എവിടെന്നാന്ന് മനസ്സിലാവുന്നു. അത് തുറന്നു പറയാൻ കഴിയാതെ ഉള്ളിലൊതുക്കി നടക്കുന്ന ഗിരിയേട്ടനെ ഞാൻ എന്നിട്ടും സ്നേഹിക്കുന്നു. എല്ലാം കാലം സാക്ഷി. കോൺസ്റ്റബിൾ മഞ്ജു എല്ലാ ദിവസവും രാത്രി 8:30. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ 2 അതിഥികളുണ്ട്. ഇതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ നമ്മൾ ഇവരെ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ഈ കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് ഒരു സീരിയലിലൂടെ നമ്മുടെ സ്വീകരണ മുറിയിലൂടെ നമ്മളെല്ലാവരുടെയും കുടുംബത്തിലെ ഓരോ അംഗങ്ങളായി മാറിയ 2 പേരാണ് ഇവർ നമ്മുടെ ഒപ്പം. വേറെ ആരുമല്ല, കോൺസ്റ്റബിൾ മഞ്ജു എന്ന സീരിയലിലെ നമ്മുടെ കോൺസ്റ്റബിൾ മഞ്ജു ഉണ്ട്, നമ്മുടെ ഗിരി ഉണ്ട്. നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. എന്താണ് വിശേഷമൊക്കെ? സുഖമായിരിക്കുന്നു? എല്ലാ വിശേഷങ്ങളും ഞങ്ങൾ കാണുന്നത് ടിവിയിലാണ്. എന്തായാലും വളരെ വളരെ സന്തോഷം. ഇതിന്റെ ഒരു ലോഞ്ചിന്റെ ടൈമിലാണ് നമ്മൾ ചാനൽ വഴി നിങ്ങളൊക്കെയായിട്ട് കണക്ട് ആയത്. പക്ഷെ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ വിജയകരമായിട്ട് ഇപ്പോഴും ആ സീരിയൽ പോകുന്നു. അതിന്റെ ഭാഗമാവാൻ എനിക്കൊക്കെ വീണ്ടും അവസരം കിട്ടി. താങ്ക് യു ഗിരിടാ. ആദ്യം തന്നെ ചോദിക്കട്ടെ, ശരിക്കും റിയൽ ലൈഫിൽ ഭയങ്കര കട്ടിയുള്ള അല്ലെങ്കിൽ ഒരു പൗരുഷമുള്ള ഭയങ്കര ഗാംഭീര്യമുള്ള ഒരു മനുഷ്യനാണോ? അങ്ങനെയൊന്നുമില്ല, വളരെ പാവമാണെന്ന് ഞാൻ തന്നെ പറയുമ്പോ അത് പിന്നെ ഒരു SP ആയിപ്പോ. പക്ഷെ എങ്കിലും അങ്ങനല്ല, അത്ര ഗിരിയെ പോലെ ഒന്നും അല്ല. ഗിരി ശരിക്കും കോൺസ്റ്റബിൾ മഞ്ജുവിൽ ഒരു റൗഡിയാണ്. അതെ, സാധാരണ നമ്മൾ സീരിയലുകളിൽ കാണുന്ന ഇപ്പൊ നായകവേഷം ചെയ്യുന്ന ആൾക്കാർ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും എപ്പോഴും. പക്ഷെ ഇപ്പുറത്തെ സൈഡ് ഭയങ്കര പരുക്കനായിട്ടുള്ള ഒരാളെ അത് നമ്മൾ ഇഷ്ടപ്പെടുന്നു ഭയങ്കരമായിട്ട്. അപ്പൊ എന്തായാലും ഈ ക്യാരക്ടർ നമുക്ക് ആദ്യമായിട്ട് പറഞ്ഞു തരുമ്പോൾ ഇതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യും? അതിന് ടെൻഷൻ ഉണ്ടായിരുന്നു? അല്ല, ശരി, ഞാൻ ഈ ഗിരി എന്ന് പറയുന്ന കഥാപാത്രം ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ട് ചെയ്തൊരു ക്യാരക്ടറാണ്. നോർമലി ഒരു സീരിയലില് പെർഫോമൻസ് ഒരു എപ്പോഴും ഫീമെയിൽ ഓറിയന്റഡ് ആയിരിക്കും ഇതിനകത്ത് സ്റ്റോറി വരുന്നത്. അപ്പൊ ഇതിനകത്തും കോൺസ്റ്റബിൾ മഞ്ജു തന്നെയാണ് അതിനകത്തുള്ള ഒരു ടൈറ്റിൽ ക്യാരക്ടർ. അപ്പം ആണുങ്ങൾക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു സ്കോപ്പ് കുറവായിരിക്കും. പക്ഷെ ഇതിന്റെ ഒരു 1 ലൈൻ ആദ്യത്തെ ഇത് വന്ന് ഈ ഗിരി എന്ന് പറയുന്ന കഥാപാത്രം നറേറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്, നമുക്കൊരു പൗരുഷമുള്ള ഒരു കഥാപാത്രം നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ റൊമാൻസ് ആണെങ്കിലും ഫാമിലിയോടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആണെങ്കിലും സെൻറ്റിമെൻറ്റ്സും ഒരുപാട് എന്താ പറയുന്നത് ഒരുപാട് ഏരിയ നമുക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് ഒരു ഭാഗ്യമാണ്. അപ്പോൾ അതാണ് ഇതിനകത്ത് ഗിരി എന്ന് പറയുന്ന കഥാപാത്രം ഞാൻ ചെയ്യാനായിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയ ക്യാച്ച്. ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും സംഭവം നല്ല അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയാണ് നമ്മുടെ കോൺസ്റ്റബിൾ മാഡത്തിന്റെ അടുത്ത് എല്ലാവർക്കും ഒരു പോലീസുകാരിനെ കണ്ടിട്ട് സ്നേഹം തോന്നുക, ഇഷ്ടം തോന്നുക, ഏറ്റവും കൂടുതൽ പാവം തോന്നുക, ശരിക്കും പറഞ്ഞ ഒരു പേടിച്ച് നിൽക്കുന്ന ഇങ്ങനെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ. അതിന് മുമ്പ് ഒരു റിയൽ ലൈഫിൽ എങ്ങനത്തെ ക്യാരക്ടർ? നമ്മുടെ റിയൽ ലൈഫില് മഞ്ജുവായിട്ട് വലിയ സിമിലാരിറ്റീസ് ഒന്നും ഇല്ല. മഞ്ജുവിന്റെ അത്ര പാവമൊന്നുമല്ല. അങ്ങനെയല്ല, മഞ്ജു വളരെ പാവമാണല്ലോ. ഫാമിലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിസ്റ്ററിന് വേണ്ടിയിട്ട്, മരിച്ചുപോയ അച്ഛന് വേണ്ടിയിട്ട് ആ ഒരു നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരാളാണ് മഞ്ജു. പക്ഷേ സ്വാതിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ SP അല്ല, ഞാൻ അത്യാവശ്യം എൻ്റെ കാര്യങ്ങൾ എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ്. സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കും, മിണ്ടാതിരിക്കേണ്ടടുത്ത് മിണ്ടാതിരിക്കും. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അല്ലാതെ മഞ്ജുവായിട്ട് ഒട്ടും സിമിലർ അല്ല. നേരെ വ്യത്യസ്തമല്ല. ചില പ്രത്യേക ഇപ്പൊ എനിക്ക് നമ്മുടെ ജോണായിട്ട് സംസാരിക്കുമ്പോൾ
ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വളരെ നിഷ്കളങ്കമായി സംസാരിക്കുന്ന ഒരാളാണ്. ആ. നിഷ്കളങ്കനാണ്. നമ്മളിപ്പോ നിങ്ങൾ നമ്മളൊരു കെമിസ്ട്രി ആണ് ഈ സീരിയലിന്റെ ഏറ്റവും വലിയൊരു കാര്യം. ആ ഒരു കെമിസ്ട്രി നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആവുന്നത്. നിങ്ങൾ രണ്ടുപേരുടെയും എന്താണ് മനസ്സിൽ ചിന്തിക്കുന്നതെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആവും. റിയൽ ലൈഫിൽ എപ്പോഴാണ് ഗിരിയായി മാറുന്നത്? ഏത് സാഹചര്യത്തിലാണ്? അങ്ങനെ ഞാൻ ചേട്ടനെ കണ്ടിട്ടില്ല. ഇല്ല. ഓ, ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാറില്ല. കാരണം ഇവിടെ എല്ലാവരുമായിട്ട് ഫ്രണ്ട്ലി ആണ്. ഞങ്ങളുടെ സെറ്റ് ഞങ്ങളുടെ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. പിന്നെയും ഞാനായിരിക്കും സ്വാതിയായിട്ട് മാറുന്നത്. ഗിരി ജോണായിട്ട് മാറാൻ പാടാണ്. മഞ്ജു സ്വാതിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് മാറാറുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു സീരിയലിൽ ചെയ്തപ്പോലെ നായികവേഷം ചെയ്യുന്ന ആൾ വന്നത് ഉറക്കത്തിൽ നിന്ന് വിളിക്കുമ്പോ ഞാൻ ചിലപ്പോൾ ഞാൻ അല്ലാതായി മാറും, എന്നെ ഒന്ന് ഉറങ്ങാൻ വിടാറില്ലെന്ന് പറയാം. ഇല്ല, ഇവിടെ അങ്ങനെ ഒന്നും ടോർച്ചർ ഒന്നും ഇല്ല. പിന്നെ ചില കാര്യങ്ങളിൽ ചില ദുർബല നിമിഷത്തിൽ പ്രതികരിക്കും. ഉറക്കം എനിക്കല്ല, ഷോട്ടിൽ നിന്ന് വരെ ഉറങ്ങും. അങ്ങനെയാണ്. സമ്മർദ്ദമൊന്നുമല്ല, അങ്ങനെയാണ്. 2 ദിവസം മുമ്പ് ഉറങ്ങി. ഇന്ന് നിങ്ങൾ 1 മണിക്കൂറൊന്നും ഞാൻ കാണിച്ചു തരാം, വീഡിയോ സഹിതം തരാം. ഷോർട്ടിൽ എന്നോട് ഒരു ദിവസം ഡയലോഗ് പറഞ്ഞു പ്രോബ്ലം. ഞാൻ രാവിലെ വളരെ നേരത്തെ എഴുന്നേക്കുന്ന ആളാണ്. അപ്പൊ ചില ദിവസമൊക്കെ ഇച്ചിരി ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ലേറ്റ് ആവും. അപ്പൊ എന്റെ സ്ലീപ്പ് സൈക്കിളൊക്കെ ടോട്ടലി തെറ്റും. അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങളിൽ പിറ്റേ ദിവസം വരുമ്പോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഡയലോഗ്, മറ്റുള്ളവർ ഡയലോഗ് നോക്കില്ല, ആക്ടിവിറ്റി ലേറ്റ് ആയിട്ട് ഒരു വട്ടം ഒന്നൊന്നുമല്ല, ഒന്ന് ഈ ഷെഡ്യൂളില്. അപ്പൊ സ്ഥിരമാണ്. ഇതേപോലെ തിരിച്ചെത്താണ് അവിടത്തെ പ്രശ്നങ്ങൾ. ഇവിടത്തെ ഈ അമ്മാനെ ഒരു ബുക്ക് തരാം. അങ്ങനെ പ്രശ്നമൊന്നും എടുത്ത് പറയേണ്ട ഒരു സാധനം ഞങ്ങള് പേഴ്സണലി ഒന്നും ഇല്ല. പേഴ്സണലി വേറെ ഇതൊന്നുമല്ല, ഭയങ്കര പ്രൊഫഷണൽ ആണ്. ഒരു കറക്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് മഞ്ജു കുട്ടിക്കാലത്തൊരു ടൈം പീസോ ക്ലോക്കോ വാച്ചോ വിഴുങ്ങിയിട്ടുണ്ട്. എനിക്ക് പലവട്ടം. കാരണം എന്ന് പറഞ്ഞ ഒരു കറക്റ്റ് ഒരു 9:30 വർക്കിംഗ് ടൈമൊക്കെ വെച്ചിട്ട് കറക്റ്റ് 9 മണി നമുക്കൊരു അലാം അടിക്കാൻ പോണത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ ടൈമൊക്കെ ആകുമ്പോൾ വളരെ കൃത്യമായിട്ട് കൃത്യസമയത്ത് വരും, കൃത്യസമയത്ത് പോകും. അങ്ങനെ പങ്ക്ച്വാലിറ്റി ആ ഒരു കാര്യത്തിൽ ആ ഒരു ക്ലോക്ക് വിഴുങ്ങിയെന്ന് ഞാൻ പറയും. സത്യമാണ്. പറഞ്ഞ കാര്യം ഇതിനകത്ത് നിന്ന്, അല്ലെങ്കിൽ രാത്രി 10:30 ക്ലോക്ക് സ്വന്തമായിട്ട് വിഴുങ്ങിയതാണ്. ചെറുപ്പത്തിലൊക്കെ മടിയുള്ള ആളായിരുന്നു? അയ്യോ, അല്ലല്ല. മടി എന്ന് പറഞ്ഞാൽ എഴുന്നേക്കേണ്ട സാഹചര്യം വന്നാൽ എഴുന്നേക്കും. വർക്കിന് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പൊ കറക്റ്റ് ആയിട്ട് 9:30 നിർത്തണം എന്നില്ല മിക്കപ്പോഴും. പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമല്ലോ, വേറെ ആർട്ടിസ്റ്റ് ഒക്കെ ആണെങ്കിലും 10:30 പോകും, 11:30 ബിക്കോസ് ഓഫ് സിറ്റുവേഷൻസ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് സ്ലീപ്പ് പ്രയോറിറ്റി ആണ്. അപ്പം രാവിലെ വരുമ്പം എനിക്ക് സ്ക്രീനിൽ ഫ്രഷ് ആയിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്കത് ഭയങ്കര നിർബന്ധമാണ്. അവിടെ വന്ന് മടിച്ച് നിൽക്കുന്നേക്കാളും ഐ വോണ്ട് ടു ബി പെർഫെക്റ്റ് ഇൻ സ്ക്രീൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ കറക്റ്റ് 9:30 ആകുമ്പം എന്റെ ടൈം ആയി ഞാൻ പോകും. 9:30 പോകും. ഐ മീൻ നൈറ്റ് 9:30 പോകും. മോർണിംഗ് ടൈം ഡിപ്പെൻഡ്സ് ഓൺ, ഐ മീൻ പിക്കപ്പ് ടൈമിൽ വരും. നമ്മുടെ ഡയറക്ടർ സാറിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? അവർക്കറിയാം, അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഡയറക്ടർ ഈ സെറ്റിൽ ഏറ്റവും എന്റർടൈൻമെന്റ് ആരാണ്? അമ്പോ, ഗോപാൽജി, സന്ദീപ്, ദേവ്, ഇവര് 3 പേരും കൂടെ കൂടിയാൽ പറയാൻ പറ്റില്ല. പറയില്ല ഞാൻ. ക്യാമറ എല്ലാം കിട്ടാറുണ്ട്. അതൊന്നും പറയാൻ പറ്റൂല. ഇല്ല, ഇവര് ഭയങ്കര രസമാണ്. ഇവര് 3 പേരല്ല. ഇപ്പം ഞങ്ങളുടെ ഇതിനകത്ത് പ്രീതി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എൻട്രി ആയിട്ടുണ്ട്. ആരിവിടെ വന്നാലും എല്ലാ സ്ഥലത്തും പോകുന്ന പോലെ 2 ദിവസം ബലം പിടിക്കും. ഞങ്ങൾ കളിയാക്കി പറയാറുണ്ട്, ജോൺ ചേട്ടന്റെ റൂമിന്റെ വാതില് കടന്നാൽ ചുരുളിന്നല്ല പോയി ആരാണെങ്കിലും ഒരാളും പറ്റില്ല. ഫ്രീ ടൈം കിട്ടിയ ചുരുളിന്നല്ല, നമ്മൾ ഭയങ്കര എന്റർടൈൻമെന്റ് ആണ് എല്ലാവരും. പ്രത്യേകിച്ച് എല്ലാവരും ഒരുമിച്ച് കിട്ടുന്നത് ഞങ്ങൾക്ക് ഒരു സ്കെഡ്യൂളിലൊക്കെ 2-3 ഡേയ്സ് ഒക്കെ ആയിരിക്കും. കാരണം പല ലൊക്കേഷൻസിലൊക്കെ ആയിരിക്കും. ഞങ്ങൾ എപ്പോഴും കാണും. പക്ഷെ ഗോപാൽജി, സന്ദീപ് അവരൊക്കെ കാണണമെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവരും കൂടെ വേണം. ചാച്ചു, ഞങ്ങളുടെ ടീം എല്ലാവരും ഉണ്ടെങ്കിൽ
ഞങ്ങൾക്ക് മറ്റേ ഉത്സവപ്പറമ്പ് പോലെയാ ഉത്സവപ്പറമ്പ് ബഹളവും രസമാണ് അത്. ഇതില് അതിനകത്ത് ഡയറക്ടർ അന്ന് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആകെ അദ്ദേഹത്തിന് പറയേണ്ടി വന്ന് ഒന്നും മിണ്ടായിരിക്കണം, ഇടയ്ക്ക് ശബ്ദം കൂടുന്നു എന്ന് മാത്രമാണ് നമ്മളടുത്ത്. ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാമറ ഇങ്ങോട്ട് തിരിച്ചു ഇല്ല, പിന്നെ ആരും ഷോട്ടിൽ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. അതുകൊണ്ട് ഡയറക്ടറിനാണെങ്കിലും ക്രൂവിനാണെങ്കിലും ഞങ്ങൾ കൊണ്ട് വേറെ ദ്രോഹമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഇരിക്കുന്നതിന് അടുത്ത് ഷോട്ട് വെക്കാറില്ല, അവര് ദൂരെ പോകും. അവർക്ക് അറിയാം ഇവരിവിടെ നോക്കാം മറ്റൊരു എല്ലാവരും ഇവിടെ ഉണ്ടെങ്കിൽ ദൂരെ ഷോട്ട് വെക്കാറില്ല. അടിപൊളി. ഇതെല്ലാത്തിനും ആദ്യം അവാർഡ് കൊടുക്കുന്ന ഡയറക്ടർക്ക് എല്ലാവരും സൈക്കിൾ അല്ല, ഞങ്ങൾ പറയും ഈ പല സ്കൂളിൽ നിന്ന് വന്നവർ ഒരുമിച്ചാവുമ്പോൾ ഉള്ളൊരു ഒരു ബഹളവും വെപ്രാളവും ഒക്കെ ഉണ്ടല്ലോ, അതാണ് ഇവിടെ. ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ടിങ് തൊട്ട് നിങ്ങൾ ഒരുമിച്ചുള്ളതാണ്. ഞങ്ങള് നിങ്ങൾ ഒരുമിച്ചുള്ളതാണ്. ശരിക്കും ബാക്കിയുള്ളവരാണ് ഓരോരുത്തരായിട്ട് വന്നത്. അതാ പറഞ്ഞേ, വരുന്നവര് 2-3 ദിവസം ബലം പിടിക്കും, 4ാമത്തെ ദിവസം ഞങ്ങളുടെ ജോയിൻ ചെയ്യും. ആരാണ് നിങ്ങളായിട്ട് ഇത്തിരി അടുക്കാൻ ഇത്തിരി ടൈം എടുത്ത ആരാണ്? എനിക്കൊന്ന് പ്രീതിയായിരിക്കും. പ്രീതി തന്നെ ആയിരിക്കും. ഇപ്പം വന്ന ക്യാരക്ടർ പ്രീതി ഹരിത. പേടിച്ചല്ല, അല്ല, പ്രീതി വേറൊരു തലത്തിലുള്ള കുട്ടിയാണ്. അതായത് ഒരു ഞാൻ പുള്ളിക്കാരിയുടെ പ്രൊഫൈലൊക്കെ കയറി ഓം ശാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭയങ്കര ഒരു റിലീജിയസും ഈ പുള്ളിക്കാരി മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്ത ആ ഒരു തലത്തിലായിരുന്നു. അപ്പൊ അങ്ങനെ അപ്പം ഗുഡ് മോർണിംഗ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം പുള്ളിക്കാരി ഒരു താത്വികമായിട്ടുള്ള ഒരു അഡ്വൈസ് ഞാൻ തന്നു. അതിന്റെ കഷ്ടകാലത്തിന് ഞാനും ഗോപാലിയും സന്ദീപും എല്ലാം ഉണ്ടായിരുന്നു. അന്നത്തോടെ പൊളിച്ചടുക്കി കൊടുത്തു. അപ്പോൾ അത് പറഞ്ഞ് ഈ ജീവിതം എന്ന് പറഞ്ഞത് നമ്മുടെ ലൈഫ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്ന കോസ്റ്റ്യൂം പോലെയാണ്. നമ്മൾ ത്രേതായുഗത്തിൽ നിന്ന് മറ്റേ അടുത്ത കലിയുഗത്തേക്ക് പോകുമ്പോൾ ഉള്ള സംഗമ യുഗത്തിലാണ് നമ്മളെന്നൊക്കെ വേണം കുട്ടി പറഞ്ഞത്. അപ്പൊ നമ്മളെല്ലാം ഇത് കേട്ടു. പിന്നെ ഞങ്ങൾ കുറെ ഡൗട്ട് അങ്ങോട്ട് ചോദിച്ചു. അതോടുകൂടി അത് പഠിച്ചത് മൊത്തം മറന്നുപോയി. പിന്നെ ലാസ്റ്റ് അത് ജോയിൻ ചെയ്ത ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ ലെഫ്റ്റായി. അപ്പൊ ഇപ്പൊ ഞങ്ങളുടെ കൂടെ അത് അതിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം ഞാൻ കുട്ടി കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാം ഇല്ലായിരുന്നു. അപ്പൊ ഞങ്ങളുമായിട്ട് കൂട്ടുകൂടിയതിനു ശേഷം ഇന്നലെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോ ഒക്കെ ഇട്ടു തുടങ്ങി. സംഗമ യുഗത്തിൽ ലൈവായിട്ട് ജീവിച്ചു തുടങ്ങി. അതാണ് ഞങ്ങൾ. ഇതൊരു ഡി അഡിക്ഷൻ സെന്റർ പോലെയാണ്. ഇവിടെ കൊണ്ട് മാറ്റില്ല. അല്ല, എന്തിനാലും നമ്മുടെ ലൈഫിൽ മസിൽ പിടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അങ്ങനെ ബുദ്ധി കാര്യമില്ല. കാരണം പഠിക്കുന്ന ടൈമിൽ ബാക്ക് ബെഞ്ചിലെ പിള്ളേരെ ടീച്ചേഴ്സ് എപ്പോഴും ആരായിരുന്നു പഠിക്കാൻ രണ്ടുപേരും ഏറ്റവും ടോപ്പായിരുന്നു? മഞ്ജു. എല്ലാത്തിലും ഫസ്റ്റ് ആണ്. ഫസ്റ്റ് ഒന്നും അല്ല, കുഴപ്പമില്ല. നമ്മള് എങ്ങനെയായിരുന്നു? ഞാനൊക്കെ ആവറേജ്. രക്ഷപ്പെടുന്നവരൊക്കെ അങ്ങനെയാണ്, ആവറേജ് ആയിരിക്കും. അഭിനയമാണ് എന്റെ ജീവിതത്തിലെ അടുത്ത ടേണിംഗ് പോയിന്റ് എന്ന് വിചാരിച്ച നിമിഷം ഏതാണ്? ഞാൻ അഭിനയമാണെന്നല്ല, ഞാൻ ബേസിക്കലി ഡാൻസിലൂടെ വന്നത്. ഡാൻസറായിട്ടാണ് ഞാൻ റിയാലിറ്റി ഷോയിലൂടെയാണ് വന്നത്. അതായത് സ്കൂൾ മുതലേ ഡാൻസ് ചെയ്യും, കൂട്ടുകാരെല്ലാം ഡാൻസ് പഠിപ്പിക്കും. അങ്ങനെ അമച്വർ ഡാൻസ് ടീം തുടങ്ങി, ഒരുപാട് സ്റ്റേജുകളിൽ കളിക്കും. അങ്ങനെ ഒരു റിയാലിറ്റി ഷോ വന്നു. റിയാലിറ്റി ഷോ അന്ന് 10,000 പേരിൽ നിന്ന് ഒരു 10-20ഓളം പേരിലെത്തി. സൂപ്പർ ഡാൻസർ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതിലെത്തിയിട്ട് നമ്മുടെ നീരജ് മാധവ്, ഷബ്ന കാസിം ഇവരെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങളെല്ലാം വന്ന് അതിൻ്റെ ഫൈനൽ 20 വന്നിട്ട് ഞാൻ ഔട്ടായിപ്പോയി ആദ്യത്തെ. അപ്പോൾ അന്ന് കലാമാസ്റ്ററായിരുന്നു എൻ്റെ ജഡ്ജായിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഓൾമോസ്റ്റ് ഈ ഗിരിയുടെ കഥാപാത്രം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഈ ഭയങ്കര ദേഷ്യമായിരുന്നു ആ സമയത്ത്. ഭയങ്കര ഒരു നമ്മൾ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു പുച്ഛഭാവം മുഖത്ത് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കലാമാസ്റ്റർ പറഞ്ഞ് ജോൺ കവലപ്പട വേണ്ട, നിങ്ങൾക്ക് കണ്ടിപ്പോൾ ആ സിനിമയിൽ വരും. അപ്പം ഞാൻ പറഞ്ഞാൽ എനിക്കറിയാമെന്ന് പറഞ്ഞു. ഒരു ഓഫറൊന്നുമില്ല. അപ്പോഴത്തെ എൻ്റെ വിഷമവും എല്ലാം മറയ്ക്കാനായിട്ട് പറഞ്ഞ. പക്ഷേ ഇത് ടെലികാസ്റ്റ് ചെയ്തിട്ട് റോബിൻ തിരുമല എന്ന് പറഞ്ഞ ഡയറക്ടറാണ് എന്നെ ഫസ്റ്റ് ബാലെ അഭിനയിച്ച ചെമ്പട എന്ന് പറയുന്ന സിനിമയിലേക്ക് വിളിച്ചു. ആ സിനിമ അങ്ങനെയാണ് ഫസ്റ്റ് അതിലേക്ക് എത്തുന്നത്. അത് പിന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ ഒരു ചേകവർ എന്ന് പറയുന്ന സിനിമ, ആ സിനിമ കണ്ടിട്ടാണ് ടൂർണമെന്റ് എന്ന് പറയുന്ന സിനിമയിലേക്ക് ലാസ്റ്റ് വിളിക്കുന്നത്. അങ്ങനെ കുറെ ട്രാവൽ ചെയ്ത് അങ്ങനെ കുറെ സിനിമകൾ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ സീരിയലിലെത്തി. പിന്നെ അത് കഴിയുമ്പോൾ ഒന്നിന് ഒന്നായിട്ട് ഇങ്ങനെ തുടങ്ങി. പിന്നെ ഉറപ്പിച്ച് ഇതാണ് നമ്മുടെ വഴി. ഇപ്പം ഡാൻസും ഉണ്ട്, അഭിനയമുണ്ട്. ഈ ശരിക്കും ഇപ്പൊ ആ ദേഷ്യം ഒന്നും പറഞ്ഞില്ലേ, ശരിക്കും 3000 പേരിൽ നിന്ന് 20 പേരിലേക്ക് എത്തുന്ന വലിയ കാര്യമാണ്, വലിയ ഭാരം. അതിൽ നിന്ന് നമ്മൾ ഔട്ടാവുകയാണെങ്കിൽ അപ്പൊ അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അവിടെ അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു വിഷമമൊക്കെ ഞാൻ 3 റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ വട്ടം ഇത് പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ വീണ്ടും ഒരു റിയാലിറ്റി ഷോ, അത് സൂര്യയുടെ തന്നെ തില്ലാന എന്ന് പറയുന്ന പഴയ റിയാലിറ്റി ഷോ, അത് സെക്കൻഡ് ആയിപ്പോയി. അപ്പോൾ എനിക്ക് ഫസ്റ്റ് വിൻ ചെയ്യണമെന്നുള്ള ഇതിൽ തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഒരു റിയാലിറ്റി ഷോ അത് മത്സരിച്ചു. അതും ഫൈനൽ വന്നിട്ട് സെക്കൻഡാണ് ഞാൻ എത്തിയത്, ഫസ്റ്റ് എത്തിയത്. അത് നല്ല 5 lakhs പ്രൈസ് ഒക്കെ ഉണ്ടാകും. വലിയ
കാരണം അത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് വിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അത് കിട്ടിയത്. പക്ഷേ അതിനകത്ത് എനിക്കത് ഭയങ്കര വിഷമമായിപ്പോൾ, ഇത്രയും ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് ഡിസർവ് ചെയ്യേണ്ടതെന്നൊക്കെ. പക്ഷേ അതിനകത്ത് എനിക്ക് ബാക്കി എനിക്ക് ഒരു കുറവ് വന്നിട്ടില്ല. എനിക്ക് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വർക്കാണെങ്കിലും ഇതിലേക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഫസ്റ്റ് കിട്ടിയ ആ പെയിൻ അവൻ ഇന്നില്ല, മരിച്ചുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ ഒരു വിധി അവൻ ആ ഒരു ഇതിലേക്ക് അവന് വിൻ ചെയ്യാനായിട്ടുള്ള ഒരു അജീഷ് റഹ്മാൻ എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ അവൻ്റെ ലൈഫിൽ അവനൊന്ന് സക്സീഡ് ചെയ്യണമായിരുന്നു. അവന് വിജയിച്ച് തന്നെയാണ് അവൻ ലൈഫ് പൂർത്തിയാക്കിയത്. അപ്പോൾ എനിക്ക് ഒരുപക്ഷെ എനിക്ക് പിന്നെയും ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കിട്ടി. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നു ഞാൻ ബ്ലെസ്ഡ് ആണ്, വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അവിടെ നിന്നാണ് പിന്നെ നമുക്ക് ഒരുപാട് കടമ്പകൾ ചാടി കിടന്നിട്ടാണ് ഇവിടം വരെ എത്തിയേക്കുന്നത്. ഇങ്ങനെ ഒരു സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ്. ഇപ്പൊ വീട്ടിലൊക്കെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിംഗ് ഒന്നും സപ്പോർട്ടൊന്നുമില്ല. ഡാൻസ് ഒക്കെ ചെയ്യുന്ന സമയമൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് പരീക്ഷയുടെ തലേന്നൊക്കെ എന്നെ പൂട്ടിയിട്ടിട്ട് ഞാൻ സൺഷൈൻ വഴി ചാടി ഓടി ഞാൻ പോയി ഡാൻസ് കളിക്കാൻ പോയവനാണ്. ഗിരിയുടെ ക്യാരക്ടറിന്റെ തുടക്കം എവിടെയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അത് തലേ ദിവസം അത് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം പരീക്ഷയാണ്. അപ്പം ഞങ്ങൾക്ക് അന്ന് ഞങ്ങളുടെ അവിടുത്തെ ജംഗ്ഷനിൽ ഞങ്ങളുടെ ടീമുണ്ട്, ഞങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്ത് വെച്ചേക്കുന്ന ഡാൻസ് ഞാനും കൂടെ പോകണം കളിക്കണം. അപ്പം പിറ്റേ ദിവസം അടുത്ത ദിവസം പ്രാക്ടിക്കലാണ്, എന്തോ എക്സാം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ മൈക്ക് ബോക്സ് വെച്ചിട്ടുണ്ടല്ലോ വരിയായിട്ട്. അപ്പം പറഞ്ഞ പോലെ അടുത്തതായ സിനിമാറ്റിക് ഡാൻസ് കോമ്പറ്റീഷനാണ്, എല്ലാവരും വരണമെന്നൊക്കെ ഉള്ള ഇതുണ്ട്. അപ്പം നമ്മുടെ കൂട്ടുകാരന്മാരുണ്ട്, അവർ വന്ന് അന്ന് സൈക്കിള് ഈ പറഞ്ഞ ബെല്ലടിക്കും, ആ ബെല്ലടിക്കും നമുക്കറിയാം. ഞാൻ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വീട്ടിൽ ചോദിച്ചു, വിട്ടില്ല. നാളെ പരീക്ഷ ഓർഡർ നീ പോകണില്ലെന്ന് പറഞ്ഞ് ഗേറ്റ് അങ്ങ് പൂട്ടി, കതവ് പൂട്ടി. ഞാൻ പറഞ്ഞു ശരി, എനിക്ക് ഒരു നിവർത്തിയില്ല, ആ വർഷം പോയേ പറ്റുള്ളൂ. ഞാൻ കുറച്ചു നേരം പഠിച്ചിട്ട് ഒരു 15-20 മിനിറ്റ് നൈസായിട്ട് ഞാൻ എൻ്റെ റൂമിൽ പോയി, സൗണ്ട് ഉണ്ടാക്കാതെ ടെറസിലെ ഡോറ് തുറന്ന് ടെറസ് വഴി നേരെ സൺഷെയ്ഡ് വഴി കാർപോർട്സിൽ ഇറങ്ങി. അവിടെ നിന്ന് നേരെ തൂങ്ങി ഇറങ്ങി ഞാൻ താഴെ നിന്നത് എൻ്റെ അപ്പൻ ഫ്രണ്ടിൽ നിൽക്കും. ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്നുള്ളതായി. പിന്നെ വീട്ടുകാർക്ക് മനസ്സിലായി, ഫാദറിന് മനസ്സിലായി, എന്തിനാടാ ചാടി കൈയും കാലും ഓടിഞ്ഞ് എന്ത് പോയിട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അങ്ങനെയാണ് ഇപ്പോഴും ആ ഡാൻസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ടീമിലെല്ലാവരും, ഞങ്ങളുടെ സെറ്റിൽ കോൺസ്റ്റബിൾ മഞ്ജുവിൽ ഡാൻസ് ചെയ്യാത്ത ഒരു ആർട്ടിസ്റ്റും ഇല്ല. പല റീലിലും അവിടെ നിന്ന് ഓരോന്ന് കാണുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാം ഇൻസ്റ്റ നോക്കിയാൽ അറിയാം, ഞങ്ങളുടെ കോൺസ്റ്റബിൾ മഞ്ജു ടീമിലെ എല്ലാവരും ഉൾപ്പെടെയുള്ള ഡാൻസ് ആ ഒരു ആ മനയിലേക്ക് എല്ലാവരും ക്രെഡിറ്റ് ചേട്ടനാണ്. ആര് വന്നാലും ഗോപാൽജി ഉൾപ്പെടെ ഡാൻസ് ചെയ്യും. ഗോപാൽജിയാണ് ഇവിടുത്തെ താരം. കൈക്ക് കഴിഞ്ഞ ദിവസം ഷൂട്ടിംഗ് ഇടയിൽ പറ്റിയതാ. അതായത് ഒരു ആക്സിഡന്റ്, അത് ഒരു വണ്ടി വന്ന് ഞാൻ ഇങ്ങനെ തടഞ്ഞു നിർത്തി. ആത്മാർത്ഥത കൂടി പോയിട്ട് ഒരു ബൈക്ക് ആക്സിഡന്റ്. ആദ്യത്തെ ഒരു എന്നെ അത് കഥ ഇപ്പം സീരിയൽ കാണുന്നവർക്ക് മനസ്സിലാവും, എന്നെ കൊല്ലാനായിട്ട് ഇതിനകത്ത് ഒരു കഥാപാത്രം നോക്കുന്നുണ്ട്. ആരാണവൾ. അപ്പൊ ഒരു വണ്ടി വരുന്നു, ഞാൻ ബൈക്ക് ഇങ്ങനെ വെട്ടിച്ചു പോകുന്നു. അപ്പൊ ആദ്യത്തെ ഷോട്ട് എടുത്തു. അപ്പൊ ഇച്ചിരി ഞാൻ ദൂരെ നിന്ന് അങ്ങ് വെട്ടിച്ചു പോയി. അപ്പൊ പറഞ്ഞു കുറച്ചും കൂടെ അടുത്ത് വന്നാൽ നന്നായിരിക്കും എന്ന് ഡയറക്ടർ ഒരു സജഷൻ പറഞ്ഞു. അടുത്തൂടെ വരാതെ ഞാനും പറഞ്ഞു. വളരെ അങ്ങോട്ട് അടുത്തുപോയി. വലിയൊരു വാനായിരുന്നു. പിന്നെ എനിക്ക് അങ്ങ് വെട്ടിക്കാൻ സമയം കിട്ടിയില്ല. വന്ന് ഇടിച്ച് ഇതിനകത്ത് ഇവിടെ ഒരു ചെറിയൊരു പൊട്ടൽ, ഇത്രയും കുഴപ്പമില്ല. രണ്ടാഴ്ച ഇപ്പൊ നമ്മൾ അഭിനയിക്കുമ്പോ ഇങ്ങനെയൊക്കെ വെച്ച് വളരെ മറ്റേ കൊറേ പഴയ നടന്മാരൊക്കെ പറയൂല, ഇങ്ങനെ ഈ വലത്തൊക്കെ ആക്കി ഈ കൈ ഞാൻ എടുത്താൽ എന്റെ കൈ എടുത്താണ്ടല്ലോ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് എടുപ്പിക്കരുത്. ഈ കൈ തന്നെ കത്തിയെടുപ്പിക്കരുത്. കൊള്ളാം, അടിപൊളി. ഇതുപോലെ പരിക്കുകൾ ഇറക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ വിരലും പോയത് അത് ഇതിലല്ല. ഇങ്ങനെ പരിക്കൊക്കെ പറ്റിയ ഒരു വലിയ നിലയിലെത്തിയേക്കുന്നത്, വലിയ നിലയില്. അതുപോലെ ഞാൻ ചോദിക്കട്ടെ, പോലീസ് സ്റ്റേഷനിൽ കയറണോ? ഇല്ല, ശരിക്കും പോലീസുകാരെ അടുത്ത് എന്റെ ഒരു റിലേറ്റീവ് അപ്പച്ചി പോലീസ് ഓഫീസറാണ്. അപ്പൊ അപ്പയെ കാണാൻ വേണ്ടിട്ട് പുറത്തൊക്കെ പോയിട്ടുണ്ട്, അകത്ത് കയറിയിട്ടില്ല. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു പോലീസുകാരിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു ക്യാരക്ടറിനെ ആവാഹിച്ചത് എങ്ങനെയാണ്? ആരെ കണ്ടുകൊണ്ടാണ്? അല്ല, ഇതില് ആവാഹിച്ചു എന്ന് പറയാൻ ശരിക്കും നോർമലി ബോൾഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറെ അല്ല. മഞ്ജു പാവമാണ്, മഞ്ജുവിന് പേടിയാണ്, അച്ഛന്റെ ജോലി കിട്ടിയതാണ്, നിവർത്തിയില്ലാതെ പോലീസ് ഓഫീസർ ആയതാണ്, അല്ലാതെ പോലീസ് ആകണം എന്ന് ആഗ്രഹിച്ചായതല്ല. പക്ഷെ ഇപ്പം മഞ്ജുവിന് ഈ യൂണിഫോം
ഭയങ്കര വിലയുള്ളതാണ്. ഒന്ന് അച്ഛൻ്റെതായിട്ട് കിട്ടിയത് കൊണ്ടും പിന്നെ ഇപ്പൊ ആ ജോലി അത്രത്തോളം സ്നേഹിക്കുന്നതുകൊണ്ടും. അപ്പൊ അതിനകത്ത് ആരെയും അങ്ങനെ വേറെ പുറത്തുനിന്നുള്ള എനിക്ക് ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ല. അങ്ങനെയാണ്. പാവത്തിൽ നിന്ന് ഇപ്പം ബോൾഡായി സ്വന്തം കാര്യങ്ങൾക്ക് സംസാരിക്കാൻ തുടങ്ങി ഫാമിലിക്ക് വേണ്ടി ജീവിക്കുന്ന മഞ്ജുവാണ്. ഓക്കെ, അങ്ങനെയാണ് പോകുന്നത്. ഇപ്പൊ ഈ സീരിയല് ഇതിന് മുമ്പ് തെലുങ്കല്ലായിരുന്നു? തൊട്ട് മുന്നേ ചെയ്തത് തെലുങ്കാണ്. അതിന് മുന്നേ വരെ മലയാളം ഇല്ല, അങ്ങനെ ഫ്ലുവന്റ് ആയിട്ടൊന്നും സംസാരിക്കത്തില്ല. ഇല്ലില്ല, കേട്ടാൽ ഇല്ല അങ്ങനെ സംസാരിക്കുന്ന ഞാൻ പഠിപ്പിച്ചത് അത്. അപ്പൊ ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാം വീട്ടിൽ പോയിട്ട് അത് പറഞ്ഞു. അങ്ങനെ ഫ്ലുവന്റ് ഒന്നും അല്ല, അത്യാവശ്യം കേട്ടാൽ മനസ്സിലാവും. ടച്ച് വിട്ടു പോവാതിരിക്കാൻ ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ അവരുടെ ഈ ക്ലിപ്പ് ബൈറ്റ്സ് പോലെ വരുന്നത് കാണാറുണ്ട്, മറന്നു പോവാതിരിക്കാൻ. ജോൺ റോയ്ക്ക് താല്പര്യമുണ്ടോ ഇങ്ങനെ വേറെ സീരിയൽ ലാംഗ്വേജ് എപ്പോഴെങ്കിലും അടുത്ത് എന്റെ ആഗ്രഹം അതാണ്, കാരണം അത് ട്രൈ ചെയ്യണം. അതെ അതെ. ഈ നമുക്ക് ഇപ്പൊ മലയാളത്തിൽ നിന്ന് അതിലേക്ക് പോകുമ്പോ നമുക്ക് അറിയില്ലായിരുന്നല്ലോ, ആക്ച്വലി പഠിക്കാൻ എളുപ്പമായിരുന്നു. എനിക്ക് ഒന്നും ഒരു വേർഡ് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അത്രയും വർഷം വരെ ഞാൻ ഒരു സിനിമയും തെലുങ്കില് കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ സിനിമ അഡിക്റ്റ് ഒന്നും അല്ലായിരുന്നു. അപ്പൊ എനിക്ക് ഒരു സിനിമ ഇറങ്ങുമ്പോൾ അത് കാണണം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്കൊന്നും അറിയില്ല. അവിടെ അത്യാവശ്യം തമിഴ് മനസ്സിലാവുന്നത് കൊണ്ട് ആ ഒരു കോൺഫിഡൻസിലാണ് പോകുന്നത്. അവിടെ പോയിട്ട് ശരിക്കും ബുദ്ധിമുട്ടായിരുന്നു. ഒരു 3 months ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. ബിക്കോസ് ഒന്നും അറിയില്ല. നമുക്ക് ഡയലോഗ്സ് എങ്ങനെയെങ്കിലും പറഞ്ഞൊപ്പിക്കാം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് പറയുന്നതിന് നമുക്ക് റിയാക്ട് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. ഈവൻ മലയാളത്തിലാണെങ്കിലും റിയാക്ഷൻ കൊടുക്കാനാണ് നമുക്ക് പാട്. ഡയലോഗ്സ് പറയാൻ നമുക്ക് എങ്ങനെയും ഈസിയാണ്. എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ അങ്ങനെയാണ്. അറിയില്ലല്ലോ, അവര് തെറിയാണ് വിളിക്കുന്നെങ്കിൽ ചിരിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. പിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളെ നിർത്തി 3 months കഴിഞ്ഞപ്പോ പുള്ളി പോയി. പിന്നെ എപ്പോഴും ഒരു 10 days ഇങ്ങനെ കേട്ട് അത് യൂസ്ഡ് ആയി. അവിടെയും ഇതുപോലെ ഷൗട്ട് ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു സെറ്റില്? ഇല്ല, അവിടെ ഇല്ലില്ല. നമുക്ക് അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റുന്ന കേട്ട് അവർ തെറി വിളിക്കുന്നത് എന്താണ്, നോർമൽ എന്താണ് എന്നുള്ളത് മനസ്സിലാവും. അവർ 3 months ഡിഫിക്കൽട്ട്. അത്യാവശ്യം ഒരു തെലുങ്ക് ഭാഷയിൽ 2 പറയണമെങ്കിൽ അതറിയാം. കുഴപ്പമില്ല, അത്യാവശ്യം മനസ്സിലാവും. കുറച്ച് പഠിച്ചു വെച്ചോ, ആവശ്യം വരും. നമുക്ക് ഞങ്ങൾ പോകണമെന്നാണ്. ഇപ്പൊ മലയാളം തെലുങ്ക് സീരിയലുകൾ തമ്മിലുള്ള സെറ്റിലെ വ്യത്യാസങ്ങൾ എന്താണ് നമ്മുടെ രണ്ടിന്റെ? ഇവിടെ നമുക്ക് കുറച്ചും കൂടെ ഭയങ്കര ഞാൻ ചെയ്ത വർക്കും ആ പ്രൊഡക്ഷൻ്റെ ഇതുമാണ് ഞാൻ പറയുന്നത്. ഫുൾ ഇത് പറയാൻ ഞാൻ ആളല്ല, എനിക്ക് അറിയില്ല. അതിനുള്ള എക്സ്പീരിയൻസ് എനിക്ക് അവിടെ ഇല്ല. മലയാളത്തിൽ സംബന്ധിച്ച് നമ്മളിപ്പം ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അവിടെ കുറച്ചും കൂടി പ്രൊഫഷണൽ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളെ കാണുന്ന ഒരു രീതി, ഫുൾ ക്രൂ ആണെങ്കിലും ആർട്ടിസ്റ്റുകളാണെങ്കിലും നമ്മൾ ആ ഷോട്ടിന്റെ സമയത്തുള്ള ഒരു സംസാരവും ഇതുമല്ലാതെ വേറൊരു പേഴ്സണൽ കമ്പനിയോ അങ്ങനെയൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. വർക്ക് ഇവിടെയും അവിടെയും സെയിം തന്നെയാണ്. പിന്നെ ടൈമിംഗ് അവിടെ കുറച്ചും കൂടി നമ്മുടെ ഇവിടെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. കുറച്ചും കൂടി റെസ്റ്റും നമുക്ക് ഇത്രയും സീൻസ് ഒന്നും ഉണ്ടാവത്തില്ല. നമുക്ക് ഇവിടെ ഒരു ദിവസം 12, 13, 14 സീൻസ് ഉണ്ടെങ്കിൽ അവിടെ അതൊരു 7, 8 സീൻസ് ഒക്കെ ഉണ്ടാവും മാക്സിമം. പിന്നെ നമ്മളെ കുറച്ച് നേരത്തെ വിടുക അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ടാവും. ഇവിടെ നമുക്ക് അതിനൊന്നുള്ള ഒരു എമൗണ്ടിന്റെ ഡിഫറൻസ് ഉണ്ട്. പേയ്മെന്റ് ഡിഫറൻസ് അവിടെയും ഇവിടെയും തമ്മിലുണ്ട്. ഞാൻ പറഞ്ഞ ചാനൽ പ്രൊഡക്ഷന് കൊടുക്കുന്നതിന്റെ ഡിഫറൻസ് വരുമ്പം ഓഫ് കോഴ്സ് പ്രൊഡക്ഷന് എല്ലാം ഹാൻഡിൽ ചെയ്ത് പോകണല്ലോ, അതിന്റെ ഡിഫറൻസ് ഉണ്ട്. അല്ലാതെ കാര്യമായിട്ടുള്ള വർക്ക് അതാണല്ലോ കുറച്ചും കൂടി ഫ്രീ. നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴേക്കും ഇവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. നമ്മൾ അവിടെ കൂടുതലും നമ്മൾ പോയി നമുക്ക് എടുത്ത് കൊണ്ടുവരും. അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയാണ്. ഇപ്പൊ നമ്മളിപ്പോ സീരിയലുകൾ ഇങ്ങനെ ഓരോ ക്യാരക്ടറുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആൾക്കാർ കാണുന്ന രീതിയും അതിനനുസരിച്ച് മാറും. നമ്മൾ വില്ലനായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് നമ്മളോട് സംസാരിക്കാൻ ഒരു മടിയുണ്ടാവും. അന്ന് നായകനായി കഴിഞ്ഞാൽ നമ്മളോട് ഭയങ്കര ഇഷ്ടമുണ്ടാവും. ഒരു പാവമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹം. അങ്ങനത്തെ മാറ്റങ്ങൾ നമുക്ക് ഓഡിയൻസിന് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഞാൻ ഇപ്പം ഞാൻ 4ാമത്തെ സീരിയലാണ് ചെയ്തത്. 2ാമത്തെ സീരിയൽ ചെയ്തത് ഒരു വില്ലനായിട്ടാണ് ചെയ്തത്. അത് നല്ല ഒരു ടെറർ ക്യാരക്ടറായിരുന്നു. അപ്പം അത് ചെയ്തിട്ട് ആളുകൾക്ക് ആർക്കും ഇഷ്ടമല്ല. കാരണം ഞാൻ സ്വന്തം അച്ഛൻ്റെ നെഞ്ചത്ത് ചവിട്ടുകയും അമ്മ ഒരു ഭയങ്കര വയലൻസും അതൊക്കെ ഒരു ഇതായിരുന്നു. എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ ഞാൻ ഒരു ഷോപ്പിൽ പോയിട്ട് ഞാൻ ഡ്രസ്സിങ് റൂമിൽ നിന്ന് ഇറങ്ങി, ട്രയൽ റൂമിൽ നിന്ന് ഇറങ്ങി, ഞാൻ ജസ്റ്റ് ഒരു ടേൺ ചെയ്ത് ഒരു ചേച്ചി അവരെന്നെ കണ്ടിട്ട് ഞെട്ടി. ശരിക്കും കേട്ടോ. അപ്പം അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്നിട്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് ഓക്കെ. പക്ഷെ ഒരു സെക്കൻഡ് അത്രത്തോളം ആ സീരിയൽ കൃത്യമായിട്ട് കാണുന്ന ആളാണ്. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ഒരു അവാർഡാണ്. അതൊരു ഇതാണ്. പിന്നെ നെക്സ്റ്റ് ഞാൻ ചെയ്ത വളരെ പാവം ക്യാരക്ടറായിരുന്നു. അപ്പൊ അതിനകത്ത് ആ ക്യാരക്ടർ മരിച്ചു പോകുന്ന സമയത്ത് കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞ്
ഞങ്ങൾ ശരിക്കും കുറേ നാളിന് ശേഷമാണ് ഒരു സീരിയലിൽ നിന്ന് കരഞ്ഞെന്ന് പറഞ്ഞു. ആ. അതും എനിക്ക് കിട്ടിയ ഒരു അംഗീകാരം. അപ്പോൾ ഇത് വന്നപ്പോൾ ഇതിനകത്ത് വില്ലനിസം ഉണ്ട്, ആ ഹീറോയിസം ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ ഗിരി എന്ന് പറയുന്ന കഥാപാത്രം എനിക്ക് അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇത് കുഴപ്പമില്ല, ആളുകൾ എനിക്ക് തോന്നുന്നു കുറച്ച് ആണുങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീജനങ്ങൾ മാത്രമല്ല ഇതിന്റെ പ്രേക്ഷകർ, എല്ലാ ഏജ് കാറ്റഗറിയിലുള്ളത് ഫാമിലി ആണുങ്ങളും എല്ലാവരും ഇന്ന് കാണുന്ന ഒരു സീരിയലാണ്. എല്ലാവരും ഒരേപോലെ ഏറ്റെടുക്കുന്നത്, എൻജോയ് ചെയ്യുന്നതാണ്. ഇതിന്റെ ഇടയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ബോഡിയിൽ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര ചർച്ചയായിരുന്നു. വെയിറ്റ് ലോസ് ചെയ്തു, ഇപ്പോഴല്ല കുറച്ച് മുമ്പ്. ഇപ്പൊ പറയരുത്, ഇപ്പൊ പോയതെല്ലാം തിരിച്ചു വന്നു. അതെങ്ങനെ സംഭവിച്ചാണ്? അല്ല, അത് പ്രണയവർണ്ണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെലുങ്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ചെയ്ത വർക്കാണ്. അതിനകത്ത് ഞാൻ ജോയിൻ ചെയ്തപ്പം അവിടെ അത്യാവശ്യം എല്ലാവരും ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആൾക്കാരാണ്. അപ്പൊ ഞാൻ മാത്രം ഒന്നും മൈൻഡേ അല്ല, കിട്ടണ കഴിക്കും, കഴിക്കാതിരിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ അവരെല്ലാവരും ഇതുപോലെ നല്ലൊരു ക്രൂ ആയിരുന്നു. അപ്പൊ അതിലെല്ലാവരും കൂടെ പറഞ്ഞു ബോഡി ഒന്ന് കുറച്ച് ശ്രദ്ധിക്കുക, നല്ലതായിരിക്കും. അപ്പൊ അവരെടുത്ത് ചലഞ്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. കാണിച്ചു തരാം, എനിക്കും പറ്റും എന്ന് പറഞ്ഞിട്ട്. അത് അതിലൊരാൾ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ പോയാ 6-7 വർഷം കഴിയുമ്പം എന്റെ അമ്മയോ അമ്മായിയോ ഒക്കെ ആയിട്ട് അഭിനയിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട്. അത് എന്നെ കളിയാക്കി പറഞ്ഞതാണ്, ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ടായി. അങ്ങനെ ചെയ്യുന്ന ക്യാരക്ടർ തെറ്റാണെന്നോ മോശമാണെന്നോ ഒന്നുമല്ല, എന്നെ സംബന്ധിച്ച് എനിക്കതൊരു ഭയങ്കര ഷോക്ക് പോലെയായി. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, എനിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ. വർക്ക് ചെയ്യുന്നതും കാശുണ്ടാക്കുന്നതും ഉറങ്ങുന്നതും മാത്രമല്ല, എന്റെ ഹെൽത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊരു ബോധം എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ എൻ്റെ ട്രെയിനർ ചേട്ടനെ കണ്ടുപിടിച്ചു. ഷാനു എന്നാണ് എൻ്റെ ട്രെയിനർ. ഇനി എപ്പോഴും എന്താ പറയാ, സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കാണുന്ന ഒരാളാണ് ഷാൻ ചേട്ടൻ. ഏത് സമയത്താണെങ്കിലും എനിക്ക് ഓൺലൈൻ ട്രെയിനിങ് ആണ്. ട്രെയിനിങ് ചെയ്തു ഞാനൊരു 12-13 kgs കുറച്ചു. ആ സമയത്ത് ഒരു 4 months. 4 months. അത് ഞാനൊരു 1.5 വർഷത്തോളം മെയിൻറ്റെയിൻ ചെയ്തു. അവിടെ ഞാൻ തെലുഗു വർക്ക് ചെയ്യാൻ പോയപ്പം ട്രാവലും എനിക്ക് അവിടുത്തെ ഫുഡൊന്നും പറ്റണുണ്ടായിരുന്നില്ല. അപ്പൊ അൺടൈമിലായി എല്ലാം. അപ്പൊ അവിടെ വെച്ച് പിന്നെ ഈ പോയതിന് ഒരു 5 kgs വന്നു. പക്ഷെ ആ ക്യാരക്ടറിന് അത് ഓക്കെ ആയിരുന്നുകൊണ്ട് ഞാൻ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. ഇവിടെ വന്നപ്പോ ഇവിടുത്തെ ഫുഡ് നല്ലതാണ്, ടീം നല്ലതാണ്, ആരും ഒന്നും പറയുന്നുമില്ല. എന്നെ ആരും റെസ്ട്രിക്റ്റും ചെയ്യണില്ല. പിന്നെ ക്യാരക്ടർ ഇപ്പം പ്രഗ്നന്റ് ആണ്. സോ കുറച്ച് സാധാരണ പ്രഗ്നന്റ് ആവുമ്പം വണ്ണം വെക്കുമല്ലോ. വണ്ണം വെക്കുന്നുണ്ട്, എനിക്ക് കുഴപ്പമില്ല. അപ്പൊ അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കഴിച്ച് ഉണ്ടാക്കിയെടുത്ത തടിയാണ്. എങ്ങനെയാണ് നമുക്ക് വർക്കൗട്ട് പരിപാടികളൊക്കെ? കുഴപ്പമില്ല, അത്യാവശ്യം ഇങ്ങനെ. ഈ വർക്ക്, ഉറക്കം, ഈ തിരക്കിന്റെ ഇടയിൽ എപ്പോഴാണ് വർക്കൗട്ട് ചെയ്യാൻ ടൈം കിട്ടുന്നത്? ഞാൻ ആക്ച്വലി എൻ്റെ വർക്കൗട്ട് ഞാൻ കാലിസ്തനിക്സ് ആണ് ചെയ്യുന്നത്. നോർമൽ ജിമ്മിന് പകരം ഒരു 4 വർഷമായിട്ട് ഞാൻ ടോട്ടലി എൻ്റെ ലൈഫിൽ ഒരു 2018 തൊട്ട് ടോട്ടൽ ചിട്ടകളൊക്കെ, കാരണം 8 മണി 7:30-8 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന ഒരാളാണ്. ഇപ്പൊ കുറേ വർഷങ്ങളായിട്ട് രാവിലെ 5 മണിക്ക് കൃത്യമായിട്ട് എഴുന്നേറ്റ് 6 മണിക്ക് വർക്കൗട്ട്, 6 തൊട്ട് 8 വരെ വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണ്. അപ്പം ഷൂട്ടില്ലെങ്കിൽ ഒരു 15 ദിവസം ഞാൻ കറക്റ്റായിട്ട്, ഞാൻ ഒരു ക്ലബ്ബുണ്ട്, സ്പോർട്സ് ക്ലബ്ബുണ്ട്, അവിടെ പോകും, വർക്കൗട്ട് ചെയ്യും. ഇനി ഷൂട്ട് ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ വീട്ടിൽ ജസ്റ്റ് സമയം കണ്ടെത്തുന്നുണ്ട്. അത് പിന്നെ അത് നമ്മൾ അതിനകത്തൊരു ട്രാക്കിലായി പോയി കഴിഞ്ഞാൽ നമ്മളത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഗിൽട്ടായിരിക്കും. ഒരു അന്നത്തെ ദിവസം നമുക്ക് ഭയങ്കര ഒരു വിഷമമായിരിക്കും, ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. നമ്മുടെ കൂട്ടത്തില് നല്ല ഫുഡി ആയിരുന്നു. ഇപ്പൊ ഞാൻ എന്റെ പേര് പറയും, ഞാൻ പറഞ്ഞു ഡെലിവറി കഴിയുമ്പോ ഫുഡ് കൺട്രോൾ ചെയ്യും. അല്ല, ഞാൻ നല്ല കൺട്രോൾഡ് ആയിരുന്നു. ഒരു 3 വർഷം കഴിയുമ്പോഴേ ഡെലിവറി. അല്ല, ഈ വർക്ക് തുടങ്ങി ലാസ്റ്റ് ഒരു കഴിഞ്ഞ വർഷം ഈ സമയം വരെ ഞാൻ കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് എല്ലാം ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പൊ 1 year ആയി എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട്, വർക്ക്ഔട്ടും ഡയറ്റും എല്ലാം സ്റ്റോപ്പ് ചെയ്തു. അത് 1 yearന് മേലെയായി. വർക്ക് ഇവിടെ ജോയിൻ ചെയ്തിട്ടും ഒരു 3 months-ഓളം ഞാൻ ഓൺ ട്രാക്ക് ആയിരുന്നു. 3 months നോക്കി ആരെങ്കിലും പറയുമോ? ആരും പറഞ്ഞില്ല. എല്ലാവരും സന്തോഷത്തോടെ പിന്നെ ഓക്കെ, പിന്നെ ആരും പറയുന്നില്ല അല്ലേ? ഈ ചിരി ഇങ്ങനെ തന്നെ എപ്പോഴും ഓൺ ആയി കഴിഞ്ഞ് കുറച്ചു നേരം എടുക്കുമല്ലോ ഓഫ് ആവാൻ വേണ്ടിട്ട്. സ്വാധീനിച്ചിരിക്കുമ്പോ എപ്പോഴും കൈ കെട്ടിയാണ് ചിരിക്കുന്നത്. അല്ല, ഇതിപ്പോ വയററിയാതിരിക്കാൻ കൈ കെട്ടിയിരിക്കുന്നു. സത്യമായിട്ടും യൂണിഫോം ആയതുകൊണ്ട് വയററിയാതിരിക്കാൻ കെട്ടിയിരിക്കുന്നത്. അച്ചടക്കത്തോടെ ചിരിക്കുന്നു തന്നെ. സ്വാധീനിച്ചിരിക്കുമ്പോഴൊക്കെ ഈ പറഞ്ഞ ക്യൂട്ട്നെസ് പിടിച്ച് അങ്ങനെ ചിരിക്കാൻ ശ്രമിക്കും. കാരണം ചിരിച്ച ആ ബ്യൂട്ടി പോകരുതെന്ന് വിചാരിച്ചിട്ട് ചിരിക്കുന്ന ഒരാളാണ്. എന്റെ ഡ്രസ് ഇതായി പോയി. അനുകരിക്കാറുണ്ടോ? സ്വാധീനം ആരെങ്കിലും അനുകരിക്കാറുണ്ടോ?
സ്വാതി ആരെനിക്കിരിക്കും, സ്വാതിയെ പോലെ സ്വാതി മാത്രമേ ഉള്ളൂ. അതിനുള്ള ധൈര്യം ഇവിടെ ആർക്കും ഇല്ല. സ്വാതിയിൽ നിന്ന് കണ്ട് പഠിക്കേണ്ട ക്വാളിറ്റികളാണോ കണ്ടുപിടിക്കേണ്ട? ഇപ്പൊ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാശിയായിട്ട് എടുത്ത് ഡയറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ആർജവം. ഓ അതാണ്. അയ്യോ, അടുത്ത ഇന്റർവ്യൂ കുറയ്ക്കുന്നൊന്നും പറയല്ലേ. അപ്പൊ അടുത്ത തവണ ഒരു ഇപ്പൊ നമ്മള് മാസം 380 എപ്പിസോഡ്സ് 500 വാ. ആ ഓക്കെ, ചാലഞ്ച്. എത്ര കിലോ കുറയ്ക്കും? എത്ര കിലോ എന്നൊന്നും ഞാൻ പറയണില്ല, എന്റെ മാക്സിമം ഞാൻ കുറയ്ക്കാം. അപ്പൊ 500 എന്തായാലും ഒരു 5 above. ആ ഓഫ് കോഴ്സ്. ആ അപ്പൊ എല്ലാരും ഇതൊരു ചലഞ്ച് ചലഞ്ച് അല്ല, ഓഡിയൻസ് ഒക്കെ പറഞ്ഞു തുടങ്ങി. ഇപ്പം അത് സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞത്. കുറച്ച് പേര് പറഞ്ഞു തുടങ്ങി, മഞ്ജു തടി വെച്ചല്ലോ. ശരിക്കും ഫുഡ് കഴിച്ച് തടി വെച്ചാണ് ഞാൻ കോൺഷ്യസ് അല്ലായിരുന്നു. അപ്പൊ ഇപ്പൊ എനിക്കും ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിന് ഞാൻ വേണ്ടത് ഉറപ്പായിട്ടും ചെയ്യും. ഇതാണ് ചലഞ്ച്. നമ്മുടെ ഈ സീരിയലിന്റെ ക്രൂവിലേക്ക് വരുമ്പോൾ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഇഷ്ടപ്പെടുന്നത് എല്ലാം ക്യാരക്ടറിന്റെ എന്താ പറയുക, ഓരോ സീരിയലിന്റെ ക്യാരക്ടറുകൾക്ക് അനുസരിച്ചുള്ള ഡിഫറൻസ് ആയിരിക്കും. അതെല്ലാം നമ്മുടെ വേഷങ്ങള്, കോസ്റ്റ്യൂംസ് നമ്മൾ ഇടുന്നത്. നമുക്ക് സീരിയലിൽ ഏറ്റവും കൂടുതൽ തന്നെ ട്രോളുകൾ, ഓവർ ഡ്രസ് കോഡാണെന്ന്. പക്ഷെ ഇതിൽ കറക്റ്റ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. അത് ഇപ്പൊ പലരോടും പറയുമ്പോൾ അറിയാൻ കഴിഞ്ഞത് കുറച്ച് ഓവർ ആയാലാണ് ആളുകളിലേക്ക് അത് നമുക്ക് പ്രസന്റ് ചെയ്യിക്കാൻ പറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല, വളരെ നോർമലായിട്ട് പോയിട്ടും നല്ല രീതിയിൽ ഓഡിയൻസ് ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഇതിന്റെ ഡയറക്ട് സൈഡ് വർക്ക്ഔട്ട് ചെയ്തത്? ഇതില് ബിഗിനിങ് മുതലേ അങ്ങനെയാണ്. ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ഓരോ ക്യാരക്ടറൈസേഷൻ ഉണ്ട് ഓരോ സൈഡിൽ നിന്നുണ്ട്. അതിന് ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ട് ഉണ്ട് എല്ലാ സൈഡിൽ നിന്നും. ക്രൂ ആണെങ്കിലും ചാനൽ ആണെങ്കിലും എന്തെങ്കിലും നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ആ സമയത്ത് ആ സ്പോട്ടിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ചോദിക്കാൻ മറു സൈഡിൽ ആളുണ്ട്. അത് ഞങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. അത് ഇങ്ങനെയാണോ, ഒരു കല്യാണം വരുന്നു, ഇത്രയും ചെയ്യണോ, ഇത്രയും വേണോ എന്ന് ചോദിക്കുമ്പം സജഷൻസ് പറഞ്ഞു തരാൻ ആളുണ്ട്. ആദ്യം മുതലേ ഇവിടെ ആണെങ്കിലും എല്ലാവരും, ഇപ്പം ഗിരിക്ക് പക്കയായിട്ട് ഒരു ഡ്രസ് കോഡ് ഉണ്ട്, മഞ്ജുവിന് ഒരു ഡ്രസ് കോഡ് ഉണ്ട്, മഹിമയ്ക്കുണ്ട്, എല്ലാവർക്കും ഒരു നല്ലൊരു അത് കമന്റിലും അത് ശ്രദ്ധിച്ചാൽ ഒരുപാട് ആൾക്കാർ കമന്റിൽ ഇടുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ഓവറാക്കാതെ കറക്റ്റ് ആയിട്ട്. എന്തായാലും ആ ഒരു ക്ലാപ്പ് നമ്മുടെ ഡയറക്ഷൻ സൈഡിലും അതുപോലെ തന്നെ നമ്മുടെ ക്രൂവിന് എല്ലാവർക്കും അടിപൊളി. പിന്നെ എന്താണ് ബിഗ് ബോസ് ഈ പ്രാവശ്യം എൻട്രി ഉണ്ടോ? ഭയങ്കര സംസാരം. മറ്റന്നാ പോവാം. ഫോണ് ശരിക്കും കാരണം മിക്കവാറും എനിക്ക് തോന്നുന്നു ഒരു 3 വർഷമായെന്ന് തോന്നുന്നു ബിഗ് ബോസില് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഞാൻ ഉണ്ട്. കിടക്കുന്നുണ്ട്. ഇത്തവണ ഉണ്ടോ എനിക്കറിയില്ല. ഇത്തവണ നന്നായിട്ടുണ്ട്. ഫോട്ടോ അടക്കം വന്നിട്ടുണ്ട്, യൂട്യൂബിൽ ഏതോ ഇതിൽ കണ്ടായിരുന്നു. അപ്പൊ എന്താണ് ശരിക്കും എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഞാൻ തുറന്നു പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ ബിഗ് ബോസ് അല്ല, അടുത്ത ബിഗ് ബോസിൽ എന്നെ വിളിച്ചാൽ ഞാൻ പോകും ഉറപ്പായിട്ടും. കാരണം ഈ ബിഗ് ബോസ് എനിക്ക് പോകാൻ പറ്റില്ല, കാരണം ഞാൻ ഷൂട്ടിങ്ങിനാണ്. ഈ അടുത്ത ബിഗ് ബോസിൽ പോകണം, എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ പറയാം. തീരുമാനിച്ച് പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ്. ഗിരിയായിട്ടാണോ പോകുന്നത് അല്ലെങ്കിൽ ജോൺ ആയിട്ടാണോ പോകുന്നത്? ഗിരിയുടെ ഡ്രസ്സൊക്കെ അവിടെ മാറ്റി ജോൺ ആയിട്ട് തന്നെ പോകുന്നത്. ശരിക്കും ഇപ്പൊ ഒരു ഫാമിലി, ഇപ്പൊ വീട്ടിൽ നിന്ന് ഒരാളൊരു 100 ദിവസത്തിനടുത്ത് ബിഗ് ബോസിലേക്ക് പോയതാണ്. ആ ഒരു കാലയളവിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു? അല്ലാതെ അടിപൊളി. ചേച്ചി കാണരുത്. ഓക്കെ, അതെന്തായാലും വരുമ്പോ കാണാം. എന്തായാലും നമുക്ക് ഒറ്റയ്ക്കൊന്ന് പയറ്റാൻ പറ്റി. പിന്നെ ഞാൻ എവിടെയാണ് ബുദ്ധിമുട്ട് വന്നത്? പട്ടിണിയാ? ഇല്ലല്ലോ, പട്ടിണിയതായില്ല. എനിക്ക് ആക്ച്വലി ഞങ്ങള് 3 പേര്, മോനെ അങ്ങ് വൈഫ് ഹൗസിലായിരുന്നു, ഞാൻ മാത്രമാണ്. പിന്നെ അതിനകത്ത് ശരിക്കും അതൊരു ഹോസ്റ്റൽ പോലെയായിരുന്നു ആ 100 ദിവസം. എൻ്റെ 1-2 ഫ്രണ്ട്സും, കാരണം ഞങ്ങൾക്ക് ഇതിന്റെ പ്രൊമോഷനൊക്കെ ചെയ്യണം. PR ടീം എന്ന് പറഞ്ഞ് പോകുന്ന എല്ലാവർക്കും PR ടീം എന്നൊക്കെ ഉണ്ട്. നമ്മളതിൽ PR ഒന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ തന്നെയാണ് റീൽസ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് മാത്രം ഒരു പ്രൊഫഷണൽ ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ അവനും ഇരിക്കും, ഞങ്ങള് നല്ല ഷോർട്സ് ഇതൊക്കെ ഇടും, റീൽസ് കട്ട് ചെയ്യും, അപ്പൊ ഇടും. അങ്ങനെ ഒരു 100 ദിവസം. പിന്നെ ഇത് ലൈവ് ആയിരുന്നല്ലോ ആ സമയത്ത്, ഫസ്റ്റ് ലൈവ് ആയിരുന്നു. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. രാവിലെ എഴുന്നേക്ക് മുതൽ ഒരു ഹെഡ്സെറ്റ് വെച്ചേക്കും. ആ സമയത്ത് ഞാനൊരു സീരിയൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ചെയ്യാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും ഹെഡ്സെറ്റ് ഇങ്ങനെ വെച്ചേക്കും, മൊബൈൽ അങ്ങ് ഇട്ടേക്ക്. ഇത് കഥ കേട്ട് ഇവരുടെ മോർണിംഗ് ടാസ്ക് അറിയാം, ഇതറിയാം, ഇവർ എഴുന്നേക്കുന്ന ടൈം അറിയാം, എല്ലാം അറിയാം. എന്നിട്ട് ഞാൻ ഷോർട്ടിൽ ശരിക്കും പറഞ്ഞാൽ അന്ന് ഒരു സൈഡിൽ ഇത് വെച്ചേക്കും, സ്ക്രിപ്റ്റും വായിക്കും. ഇത് വായിച്ച് ഇതിൻ്റെ ഇടയിൽ 1 സെക്കൻഡ് എന്തായെന്ന് പറഞ്ഞ് ഇത് നോക്കും. അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് വായിക്കും, സീൻ ചെയ്യും. എനിക്ക് സീനില്ലെങ്കിൽ നേരെ വരും, മൊബൈലിരിക്കും. 100 ദിവസം
അങ്ങനെയായിരുന്നു. അങ്ങനെ തീർച്ചയായും. പിന്നെ ഞാനത് ആ ഒരു പ്രോസസ്സ് അത് ശരിക്കും എൻജോയ് ചെയ്തതാണ്. ആ ഒരു ഞാൻ ആക്ച്വലി ഒരു ഭയങ്കര മിറക്കിളൊക്കെ സംഭവിച്ച ഇതാണ്. കാരണം എൻ്റെ കാൽക്കുലേഷനിൽ ആദ്യത്തെ ഇതിനകത്തൊരു 8ാമതോ ഒക്കെ ഒരു 9ാമതായിരുന്നു എൻ്റെ ഒരു കാൽക്കുലേഷൻ. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാത്ത പലരും പെട്ടെന്നൊക്കെ പൊഴിഞ്ഞ് പോയി ഫൈനലിലെത്തി. ശരിക്കും വിജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അതിനുള്ള സ്കില്ലും ഉണ്ടായിരുന്നു. പിന്നെ അന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അതിനു മാത്രം നമുക്ക് തള്ളി മറിക്കാനും പുഷ് ചെയ്യാനായിട്ടുള്ള ഇതൊന്നും നമുക്ക് പറ്റൂല. പിന്നെ പോയി സേഫായിട്ട് 100 ദിവസം കഴിഞ്ഞ് വന്നു. സമാധാനം. അടിപൊളി. അപ്പൊ എന്തായാലും 100 ദിവസം അവിടെയും ആഘോഷം ഇവിടെ ആഘോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു. ഏറെക്കുറെ മനസ്സിലായി. അപ്പൊ എന്തായാലും ഇനി നമ്മുടെ പ്രേക്ഷകരോട് എന്താ അവസാനമായിട്ടല്ല നമ്മുടെ അവസാനമായിട്ട് എന്താ പറയാ? നമ്മളിനി 500ാമത്തെ എപ്പിസോഡിൽ തടി കുറച്ചിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ആ 500ാം എപ്പിസോഡ് വരെയെങ്കിലും അല്ല, അത് കഴിഞ്ഞിട്ടും എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ കോൺസ്റ്റബിൾ മഞ്ജു കാണണം. അതെ, തീർച്ചയായിട്ടും എല്ലാവരും കാണണം. ഓക്കെ, താങ്ക് യു. അച്ഛൻ്റെ കൊലപാതകത്തിന് കാരണക്കാരൻ ആരാണെന്ന് അറിയാമായിരുന്നിട്ടും അത് തുറന്നു പറയാൻ കഴിയാതെ ഉള്ളിലൊതുക്കി നടക്കുന്ന ഗിരിയേട്ടനെ ഞാൻ എന്നിട്ടും സ്നേഹിക്കുന്നു. അതിന് എൻ്റെ ചിന്തകളിൽ എനിക്കുത്തരം കിട്ടുന്നില്ല. ഒരു കടങ്കഥ പോലെ മനസ്സിലെല്ലാം ഒളിപ്പിച്ച് വിധിയെ തടുത്ത് ഞാൻ മുന്നേറുന്നു. എല്ലാം കാലം സാക്ഷി. കോൺസ്റ്റബിൾ മഞ്ജു. എല്ലാ ദിവസവും രാത്രി 8:30